കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നിധിയുടെയും സുധീഷിൻ്റെയും കല്യാണമാണ്. അവർ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. നിധിയുടെ വീട്ടുകാർ നിധിയെയും സുധീഷിനെയും അംഗീകരിക്കുകയും നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, സുധീഷും നിധിയും തമ്മിലുള്ള കല്യാണം ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്പലത്തിൽ വെച്ച് അവരുടെ കല്യാണം നടത്താൻ തീരുമാനിക്കുകയാണ് സുഭാഷ്. അങ്ങനെ സുഭാഷും സുധീഷും ഹരീഷും നികേഷും നിധിയും എല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടാവും ഭാസ്കരൻ. അപ്പോൾ സുഭാഷ് ഭാസ്കരനോട് പറയും, അച്ഛനെ ഞങ്ങൾ ഒരുപാട് അവിടെ തിരഞ്ഞു, അച്ഛൻ ഇവിടെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, ഇവിടെയല്ലേ ഇപ്പോൾ ആവശ്യം, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്ത് തീർക്കാനുള്ളത്, അതെല്ലാം ഞാൻ ചെയ്ത് തീർക്കുമായിരുന്നു, നിങ്ങളെല്ലാവരും അങ്ങ് അകത്തോട്ടേക്ക് പോയി അവിടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അവരെ അമ്പലത്തിൻ്റെ അകത്തോട്ടേക്ക് കയറ്റി വിടുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് നിധിയുടെ അച്ഛനും ഏട്ടനും ഏട്ടത്തിയമ്മയും അതുപോലെ അമ്മയും വരുന്നുണ്ട്. ആ സമയത്ത് നിധിയുടെ ഏട്ടന് ഇത് തീരെ ആവില്ല ഈ കല്യാണം. അവർ കാറിൽ നിന്നും ഇറങ്ങി അമ്പലത്തിൻ്റെ അകത്തോട്ടേക്ക് കയറാൻ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരുന്നുണ്ട്. അങ്ങനെ രാജീവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്തൊക്കെ സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് ഭാസ്കരൻ. ആ സമയത്ത് വലിയ മനസ്സോടു കൂടി രാജീവൻ പറയുന്നുണ്ട്, ആ സുഖമാണ്. അപ്പോൾ ഭാസ്കരൻ പറയാണ്, ഇനി എല്ലാവരും അകത്തോട്ടേക്ക് കയറിയിരിക്കൂ, അവരെല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിധിയും സുധീഷും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു ക്യാമറക്കാരൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നല്ലതുപോലെ നിൽക്കൂ, ഫോട്ടോ എടുക്കണം എന്ന് പറയണം. അപ്പോൾ സുധീഷ് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നീയാണോ ഏർപ്പാടാക്കിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രാജീവൻ വരുന്നത്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അതെല്ലാം ഞാനാണ് ഏർപ്പാടാക്കിയത്, കല്യാണത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് കാണണമല്ലോ, അതുകൊണ്ടാണ് ഏർപ്പാടാക്കിയതെന്ന് പറയാണ്. ആ സമയത്ത് സുധീഷ് അരുണിനെ ചെന്ന് കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ ദേഷ്യത്തോടു കൂടി അരുണ് കൈ വിടുകയാണ്. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിധിക്ക് അത് സങ്കടമാവുകയാണ്. എന്നിട്ട് രാജീവും അരുണും അവിടെ നിന്നും പോകുകയാണ്. പോയതിന് ശേഷം നിധിയുടെ ഏട്ടത്തി നീ സൂപ്പറായിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയത്ത് നിധിയുടെ ഏട്ടൻ്റെ കുട്ടി നിധിയോട് പറയും, ആൻറ്റി സൂപ്പറായിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഞാനെങ്ങനെ സൂപ്പറല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആൻറ്റി കണ്ടെത്തിയ ആളല്ലേ, അപ്പോൾ സൂപ്പറായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ അവരും അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സുധീഷും നിധിയും അവിടെ ഇരിക്കും. ആ സമയത്ത് സുധീഷ് നികേഷിനോട് പറയും, എടാ ഈ ഫാനൊന്ന് ഓണാക്കിക്കുക, ഭയങ്കര ചൂടാണ്, നിധിയുടെ മേക്കപ്പ് എല്ലാം ഒലിച്ചു പോകുമെന്ന് പറയാണ് കളിയാക്കിക്കൊണ്ട് സുധീഷ്. അപ്പോൾ നിധി പറയും, ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഞാൻ ഓൾറെഡി ഉള്ള ഭംഗിയാണെന്ന് പറയണം. ആ സമയത്ത് സുധീഷ് പറയും, ആ എനിക്കറിയാം, നിധി നല്ല ഗ്ലാമറാണല്ലോ, അത് എനിക്കറിയാമെന്ന് പറയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.